നമസ്കാരം. നമസ്കാരം യുവമാർ. നമ്മോടൊപ്പം ഇന്നിവിടെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ടിരിക്കുന്നത് കലാമണ്ഡലം തെക്കുംകളരി വിഭാഗം ആശാനായിരുന്ന രവികുമാർ ആശാനാണ്. അദ്ദേഹം നമുക്കറിയാം, കലാലോകത്തിലെ മികവുറ്റ വേഷത്തിലെ അദ്ദേഹം പ്രത്യേകിച്ചും അറിയപ്പെടുന്നത് രാജസപ്രധാനമായിട്ടുള്ള വേഷങ്ങളാണ്. മറ്റു വേഷങ്ങളും യഥേഷ്ടം കെട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മുതിർന്ന അധ്യാപകനായിരുന്നു തെക്കുംകളരിയുടെ. എന്നാൽ ഈ മാർച്ച് മാസം റിട്ടയർ ചെയ്തല്ലേ, കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹം വിരമിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കലാജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഈ കലാമണ്ഡലത്തിലെ കലാജീവിതമായിട്ടും ചില അനുഭവങ്ങളുണ്ടാവും. അത് അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഒപ്പം തന്നെ അകാലത്തിൽ നമ്മെ വിട്ടുപോയിട്ടുള്ള ഹരിയാർ നായരെ കുറിച്ചുള്ള ഓർമ്മകളും നമ്മോടൊപ്പം അദ്ദേഹത്തിന് പറയാനുണ്ടാവും. തീർച്ചയായിട്ടും അനുഭവങ്ങളാണല്ലോ. കാരണം നെടുന്തൂണായിട്ട് ദേവിയാശാന് ശേഷം കളരിയിൽ ആദ്യാവസാനമായിട്ട് ഇവിടെ കൊണ്ടു നടക്കേണ്ട വ്യക്തിയായിരുന്നു ഹരിയാർ നായർ. അദ്ദേഹത്തിൻ്റെ വിയോഗവും ഞെട്ടിച്ചൊരു സംഭവമാണ്. അതിനെക്കുറിച്ചും അദ്ദേഹത്തിന് പറയാനുണ്ടാവും. ആദ്യ ദേവിയാശാൻ, താങ്കൾ കലാമണ്ഡലത്തിലെ കലാജീവിതമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചിട്ട് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കാൻ വരുന്നത് 1988 ജൂൺ മാസത്തിലാണ്. അന്ന് സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല, വെറും ഡിപ്ലോമ മാത്രം. ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് PG, പിന്നെ വേണ്ടി വന്ന സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ്, അങ്ങനെ ഒരു ഇതായിരുന്നു. എൻ്റെ രണ്ടാം വർഷം 89 മുതൽ ഇവിടെ സ്കൂൾ തുടങ്ങണം എന്നുള്ളൊരു ആശയം കുട്ടികളിൽ ഉണ്ടാവുകയും അന്നത്തെ സീനിയർ വിദ്യാർത്ഥികളോടൊപ്പം ഞാനും പങ്കെടുത്തിരുന്നു സമരത്തിൽ. അങ്ങനെ കുറച്ചുനാൾ കലാമണ്ഡലം അടച്ചിടുകയും 90-ൽ ഇവിടെ 8ാം ക്ലാസ് കൊണ്ടുവരികയും ചെയ്തു, അതായത് ഹൈസ്കൂൾ. അതിലെ ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥിയാണ് ശ്രീ കലാമണ്ഡലം ഹരിയാർ നായർ. മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഞാൻ കണ്ടിരുന്നത്, അദ്ദേഹം നാട്ടിൽ നിന്ന് പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞിട്ടാണ് കലാമണ്ഡലത്തിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അനായാസേന പഠിക്കാനും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എങ്കിലും മനുഷ്യസഹജമായ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ പദം കാണാതെ പഠിക്കാൻ അദ്ദേഹത്തിന് ലേശം വിഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ആശാന്മാർ എന്നെ ചുമതലപ്പെടുത്തി പിറ്റേന്ന് പദം പഠിച്ചുകൊണ്ട് വരാനുള്ള ഒരു ഉത്തരവാദിത്വം എന്നെ കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ വളരെ കർക്കശ്യമായി അത് ചെയ്തിട്ടുമുണ്ട്. അത് അദ്ദേഹത്തിനും അറിയാം. അദ്ദേഹം 1-2 ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ സാധാരണ പോലെ കഴിഞ്ഞു. അരങ്ങേറ്റം കഴിച്ചു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു പ്രതിസന്ധി വന്നു. വീണ്ടും 4ാം കൊല്ലം വന്നപ്പോൾ ഞങ്ങളെപ്പോലെ ഡിപ്ലോമയിലേക്ക് മാറേണ്ടി വന്നു. ഡിപ്ലോമയിലേക്ക് മാറി പിന്നെ ഈ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തുന്നു എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ വീണ്ടും സമരം തുടങ്ങി. അങ്ങനെയാണ് ഹയർ സെക്കൻഡറി +1 ഇവിടെ തുടങ്ങിയത്. അപ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ പ്രായപരിധി വിട്ട് ഹരിയാർ നായർ മേലോട്ട് പോയി കഴിഞ്ഞിരുന്നു. ഇനി സ്കൂൾ വിദ്യാഭ്യാസം തുടരണ്ട എന്ന് തീരുമാനിച്ച് ഡിപ്ലോമ ആയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞത്. വീണ്ടും അങ്ങനെ ഇവിടെ +2 തുടങ്ങി. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഡിഗ്രി തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷമാണ് MA തുടങ്ങിയത്. പക്ഷെ ഹരിയാർ നായർ ഡിപ്ലോമ സെക്ഷനിലേക്ക് മാറി 6 കൊല്ലം ഡിപ്ലോമയും 2 കൊല്ലം PGയും 2 കൊല്ലം സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പോട് കൂടി 10 വർഷം ഇവിടെ പഠിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധാരണ കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായി അരങ്ങുകൾ കീഴടക്കുന്ന ഒരാളായിരുന്നു ഹരിയാർ നായർ. അരങ്ങുകൾ മാത്രമല്ല, അണിയറയിലും കളരിയിലും അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ്, എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ശ്രീ ഹരിയാർ നായർക്ക് കഴിഞ്ഞിരുന്നു. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഹരിയാർ നായർ ഇവിടുത്തെ മോസ്റ്റ് സീനിയറായിട്ട് പോയി. എൻ്റെ കോഴ്സും കഴിഞ്ഞു പോയി. പക്ഷേ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് 2 വർഷം മാത്രമേ ഞാൻ പുറത്ത് നിൽക്കേണ്ടതായിട്ട് വന്നുള്ളൂ. 1998-ൽ ഞാനിവിടെ അധ്യാപകനായിട്ട് വന്നു. ശ്രീ കലാമണ്ഡലം രാജശേഖരനാശൻ, ശ്രീ കലാമണ്ഡലം പ്രസന്നകുമാറാശൻ, ശ്രീ കലാമണ്ഡലം ഗോപകുമാറാശൻ
ഈ 3 ആശാന്മാരെ സ്ഥിരം ആശാന്മാരോടൊപ്പം ഞാൻ താൽക്കാലിക അധ്യാപകനായിട്ട് തുടർന്നുകൊണ്ടിരുന്നു. എൻ്റെ 4-5 വർഷത്തെ താൽക്കാലികത്തിന് ശേഷമാണ് ശ്രീ ഹരിയാർ നായർ ഇവിടെ അധ്യാപകനായിട്ട് വരുന്നത്. അതോടുകൂടി എനിക്കൊരു പിൻബലം ആയി എന്ന് തന്നെ പറയാം. ബാക്കി 3 പേരും ആശാന്മാരാണ്. എൻ്റെ താഴെ ഒരാൾ വന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് താങ്ങായിട്ടും ഉള്ള ഒരാൾ, അത് ഒരുപക്ഷെ എനിക്ക് ജനിക്കാതെ പോയ ഒരു അനുജന്റെ ഒരു മനസ്സോടു കൂടിയ ആളായിരുന്നു ശ്രീ കലാമണ്ഡലം ഹരിയാർ നായർ. ആ നിലയ്ക്ക് തന്നെ അദ്ദേഹം താടിവേഷങ്ങളിൽ വളരെ പ്രസിദ്ധനായി തീർന്നു. കൊച്ചു കൊച്ചു താടിവേഷങ്ങൾ കിട്ടി. പിന്നെ ഒരു പ്രാവശ്യം കളിക്ക് പിടിക്കുന്ന ഏതൊരു കമ്മിറ്റിക്കാരനും രണ്ടാമത് ഹരിയെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളൊരു മനോഭാവം ഉണ്ടാകും. അത്രയേറെ ആക്റ്റീവാണ് അണിയറയിലും അരങ്ങത്തും. ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞ 5 പേരുണ്ട്. ഞങ്ങളെ പഞ്ചപാണ്ഡവർമാർ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്ന് ഞാൻ, ഒന്ന് മയ്യനാട് കലാമണ്ഡലം രാജീവ് നമ്പൂതിരി, ഒന്ന് കലാമണ്ഡലം ഹരിയാർ നായർ, ഒന്ന് കലാമണ്ഡലം പന്മന പ്രസാദ്, ഒന്ന് കലാമണ്ഡലം അനിൽകുമാർ. അപ്പോഴേക്കും അനിൽകുമാറിന്റെ കോഴ്സ് കഴിഞ്ഞിരുന്നു. ഞങ്ങൾ പഞ്ചപാണ്ഡവരായിട്ട് നിരവധി അരങ്ങുകൾ, നിരവധി കഥകൾ തെക്കൻ കേരളത്തിൽ ചെറുതല്ലാത്ത ഒരുതരം ഇടത്തരം കളികൾക്കൊക്കെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ ഞങ്ങളെ പങ്കെടുപ്പിച്ചു. അതിന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ആചാര്യന്മാരായ ശ്രീ തോന്നക്കൽ പീതാംബരസനും മയ്യനാട് കേശവൻ നമ്പൂരി ആശാനുമാണ്. ഇവരുടെ കളിയോഗങ്ങളിൽ വേഷം പോലും പറയാതെ ഞങ്ങൾ ചെല്ലുമായിരുന്നു, ഞങ്ങളെ ക്ഷണിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വേഷക്കാരുടെ ഒരു നില ഉറപ്പിച്ചത് ഈ 2 കളിയോഗങ്ങളിൽ നിന്നാണ്. കൊല്ലം കഥകളി ക്ലബ്ബും മയ്യനാട് നവരംഗവും. അവിടെ നിന്ന് ഞങ്ങളെ ഓരോരോ സെപ്പറേഷൻ ഉണ്ടായി. ആദ്യകാലങ്ങളിൽ ഞാൻ താടിവേഷങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. ആശാന്മാർ നല്ല പ്രോത്സാഹനമായിരുന്നു, അരങ്ങുകൾ ധാരാളം കിട്ടിയിരുന്നു. പക്ഷെ ഹരിയാർ നായർ വന്ന് ഹരിയാർ നായരുടെ താടിവേഷങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ മടവരാശാനും രാജശേഖരനാശാനും അടക്കമുള്ള പ്രസന്നാശാൻ ഒക്കെ തുടങ്ങിയുള്ള ആശാന്മാരെല്ലാം പറഞ്ഞു, ഇനി നീ താടിവേഷത്തിൽ ശ്രദ്ധിക്കേണ്ട, കത്തിവേഷത്തിൽ തിളങ്ങിയാൽ മതി, കാരണം നമുക്ക് ഹരിയാർ നായരുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹരിയാർ നായർ എന്ന ഒരു കലാകാരന്റെ അത്യപൂർവമായ വളർച്ചയ്ക്ക് നിദാനമായി അങ്ങനെ തന്നെയാണ് നിരവധി അരങ്ങുകൾ, ഓരോ അരങ്ങുകളും അദ്ദേഹം കീഴടക്കുകയായിരുന്നു. ആ ഓരോ വളരാനുള്ള ചവിട്ടുപടികളായിട്ടാണ് ഓരോ അരങ്ങുകളും ഓരോ സൗഹൃദങ്ങളും ശ്രീ ഹരിയാർ നായർ കെട്ടിപ്പൊക്കിയത്. തീർച്ചയായിട്ടും അങ്ങനെ ടെമ്പററി ആയിട്ട് ഏതാണ്ട് 10-16 വർഷത്തോളം ഇവിടെ ജോലി ചെയ്തതിനു ശേഷമാണ് സ്ഥിര അധ്യാപകനായി ജോലിക്ക് ഇവിടെ കയറിയത്. ഒരുപക്ഷെ എനിക്ക് ഹരിയോടുള്ള കടപ്പാട്, ഞാൻ 2004 ഇവിടെ സ്ഥിരം അധ്യാപകനായിട്ട് വരുമ്പോൾ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇന്റർവ്യൂവിന് ശ്രീ കലാമണ്ഡലം ഹരിയാർ നായർ മാത്രമേ വന്നിട്ടുള്ളൂ. വന്നപ്പോൾ തന്നെ പറഞ്ഞു, രവിയേട്ട, ഇത് രവിയേട്ടന്റെ പോസ്റ്റാണ്, ഞാൻ ഇതിന് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു തന്ന ആളാണ് ശ്രീ കലാമണ്ഡലം ഹരിയാർ നായർ. അനിൽകുമാറും അതെ, അപേക്ഷിച്ചിട്ട് പോലും ഇന്റർവ്യൂവിന് പോലും വരാതിരുന്ന ആളാണ് കലാമണ്ഡലം അനിൽകുമാറും. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി കിട്ടണം എന്നുള്ള ഒരു ആത്മവിശ്വാസം എന്നെക്കാൾ കൂടുതൽ ഈ 2 അനുജന്മാർക്കും ഉള്ളതുകൊണ്ടാണ് അവർക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി ഞാനും എൻ്റെ അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലാം ഞാൻ പ്രയോജനപ്പെടുത്തി അവരും 2 പേരും ജോലിക്ക് കയറുകയാണ് ഉണ്ടായത്. ജോലിക്ക് കയറിയ പിന്നെ തുളസികുമാർ വന്നു, സുദീപ് മോഹൻ വന്നു. അപ്പോൾ നമുക്ക് വേഷത്തിനായാലും കളരിയിലായാലും നല്ലൊരു പിൻബലം എനിക്ക് കിട്ടി. എൻ്റെ ആശാന്മാർ ഇവിടുന്ന് പെൻഷനായി പോകുമ്പോൾ ഒരു ഉൾഭയമായിരുന്നു. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും, പ്രത്യേകിച്ച് കഥകളി ഡിപ്പാർട്ട്മെന്റിലെ വേഷം, അത് വടക്കൻ തെക്കൻ, പാട്ട്, ചെണ്ട, മദ്ദളം, ചുട്ടി, ഇതൊക്കെ പുറം ലോകം ചർച്ച ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ്
പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒരു അധ്യാപകനാവാൻ എല്ലാവർക്കും സാധിക്കും. ഒരു കലാകാരനാവാനും ഒരുപക്ഷെ എല്ലാവർക്കും സാധിക്കും. പക്ഷെ ഒരു അധ്യാപകനും കലാകാരനും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു അപൂർവമായ ഒരു സിദ്ധിയാണ്, ഒരു ഭാഗ്യമാണ്, അതൊരു ഉപാസനയാണ്. മികച്ച അധ്യാപകർ മുൻകാലങ്ങളിലും ഇപ്പോഴുമുണ്ട്. മികച്ച കലാകാരന്മാർ പണ്ടുമുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. പക്ഷെ മികച്ച കലാകാരൻ തന്നെ മികച്ചൊരു അധ്യാപകനാവുക വളരെ ചുരുക്കം കിട്ടുന്ന ഒരു അപൂർവ ബഹുമതിയാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ പുറം ലോകങ്ങളിൽ, പുറത്തെ അരങ്ങുകളിൽ ഏറ്റവും കൂടുതൽ അരങ്ങുകൾ കിട്ടുന്നവരാണ് നല്ല കലാകാരന്മാർ. സംശയമില്ല, അവർക്ക് ഒഴിവുണ്ടാവില്ല ഏത് വകുപ്പിലായാലും. അതുപോലെ കളരി പഠിപ്പിക്കുന്നതിലും ഇതിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ മികച്ചു നിന്ന ഒരാളാണ് ശ്രീ കലാമണ്ഡലം ഹരിയാർ നായർ. മറ്റുള്ളവരാരും മോശമല്ല, പക്ഷേ വിധി എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഈ അടുത്ത ഒരാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപോയി. അത് വേണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളായിട്ട് ഈ കളരിയായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ തെക്കൻകടയിൽ ഒരു കൂട്ടായ്മ, എന്തൊരു ഒരുമയാണ് നിങ്ങളുടെ പ്രവർത്തനത്തിൽ. ഒരു കഥകളി ഏറ്റെടുക്കുക, സംഘടിപ്പിക്കുക. സംഘാടകരാണെങ്കിലും നിങ്ങൾ സംഘാടകരുടെ സംഘാടകരായി പോയ കൂട്ടായ്മ പ്രവർത്തനത്തിൽ ഉത്സാഹികളായിരുന്നു. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അത്രത്തോളം ഹൃദ്യമായിരുന്നു. കാരണം ഒരു ഏറ്റവും ഇല്ല, ഇന്നത് വേണം, ഇന്ന സൗകര്യം വേണം, അതൊന്നുമില്ല. ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ശിഷ്യരെ പഠിപ്പിക്കുന്നതിലും, പ്രത്യേകിച്ച് ഇപ്പോൾ യുവതലമുറ, പ്രത്യേകിച്ച് പെൺകുട്ടികളും കൂടി വന്ന കാലഘട്ടത്തിൽ ഞാൻ കളരി കാണാറുണ്ട്. നിഷ്കർഷയോടെ പഠിപ്പിക്കുന്ന ഒരു ആശാന്റെ വിയോഗം. അതിനപ്പുറം നമുക്കിവിടെ നഷ്ടപ്പെട്ടത് ഇപ്പോൾ രവിയാശ എന്നുള്ള വ്യക്തി കലാമണ്ഡലം വിട്ടുപോയി. അടുത്ത പ്രതീക്ഷ ഉണ്ടായിരുന്നത് കലാമണ്ഡലത്തിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റായിരുന്നു ഹരിയാർ നായരാണ്. ഇത് എത്രത്തോളം ബാധിക്കും ഈ കളരിയെ എന്നുള്ളതാണ്. നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സാധനമാണ് ഈ സ്നേഹം എന്നുള്ളത്. അഭ്യാസം ഒരുപക്ഷെ ആശാന്മാര് നിഷ്കർഷയോടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ പോലും നമുക്കും ചില ഡിപ്പാർട്ട്മെന്റിനും കിട്ടിയ അപൂർവ ഒരു സിദ്ധിയാണ് ആശാന്മാർ നമ്മളെ മക്കളെപ്പോലെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ആശാന്മാരെ വീടുകളിൽ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുകയും ആ സ്നേഹം പങ്കുവയ്ക്കുകയും മക്കളെപ്പോലെ ഞങ്ങളടുത്ത് പെരുമാറുകയും ചെയ്ത കാലഘട്ടം. ഇതുതന്നെയാണ് ഞങ്ങളും ശിഷ്യരടുത്ത് പെരുമാറിയിരുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഹരിയാർ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കുട്ടികൾക്ക് ഒരാശാനെ മാത്രമല്ല നഷ്ടമായത്, ഒരു പിതൃസ്ഥാനത്തുള്ള ഒരു കലാകാരൻ, ഒരു ആശാൻ അങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അതിൻ്റെ ദുഃഖം അവർക്കിന്നും ഷെയർ ചെയ്യുന്നുണ്ട്. ഏതായാലും എന്താണ് കാരണമെന്നൊന്നും നമുക്ക് അന്വേഷിച്ചിട്ടില്ല. പക്ഷെ ഒന്നുകൂടി പറയാനുണ്ട്, അത് നിങ്ങൾ ഇവിടെ തെക്കൻ കളരി വടക്കൻ കളരി ഉണ്ടെങ്കിലും കളിക്ക് പോകുമ്പോൾ കലാമണ്ഡലം ഒറ്റ കളരി പോലെയാണ്, കഥകളിയാണ്. അപ്പോൾ ഹരി എക്കാലവും പ്രിയനായിരുന്നു വേഷങ്ങളിൽ എല്ലാ വിഭാഗക്കാർക്കും. അത് രവിയാസാദം മറ്റൊരു മോശമായിട്ടല്ല പറയുന്നത്. ഹരി ഇപ്പോൾ നമ്മൾ വിട്ടുപോയി. അപ്പോൾ ഹരിയുടെ പ്രത്യേകത നമുക്ക് എടുത്ത് പറയാനുണ്ട്. ഈ കളിയിടങ്ങളിലും സംഘാടകരും പല കളിവേദികളും അസാധലോകത്തിനും വല്ലാത്ത നഷ്ടം തന്നെയാണ്. ഹരി, ഞാൻ ഇതിനിടയ്ക്ക് കോട്ടയ്ക്കൽ ദേവദാസ് സംസാരിച്ചിരുന്നു. ദേവദാസിന് പറഞ്ഞു, ഉണ്ണിത്താനേട്ടൻ എന്നാണ് വിളിക്കുക, രാമേന്ദ്രേട്ടൻ ദേവദാസിന് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തുടർച്ചയായിട്ട് ദേവദാസിന് നല്ലൊരു വേഷക്കാരനായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിത്താനാശാനും ദേവദാസനും ഏറെ സ്വാധീനിക്കപ്പെട്ടു ഹരിയാർ നായരും. അപ്പോൾ ഹരിയാർ നായരുടെ യുഗമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഒരു കലാകാരൻ, കഥകളിക്കാരൻ 50 വയസ്സ് കഴിയുമ്പോഴേക്കാവും ഉന്നതിയിലെത്തുക പറയാറുണ്ട്. ഹരിയുടെ ഉന്നതിയിലേക്ക് വരുന്ന കാലൂപ്പിലാണ് ഹരി നഷ്ടപ്പെട്ടത്. അത് തീരാ നഷ്ടം തന്നെയാണ്, അല്ലേ? എന്ത് പറയണു? തീർച്ചയായിട്ടും ഹരിയുടെ വളർച്ച എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ട് ഉണ്ണിത്താനാശാന്റെ ആയാലും പിന്നെ ദേവദാസേട്ടന്റെ ആയാലും അവരൊക്കെ വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് അന്നത്തെ വൻപന്മാരൊക്കെ ഉള്ള നിലനിന്നിരുന്ന കാലത്ത് തന്നെയാണ് അവര് കയറി വന്നത്. പക്ഷെ അവരുടെ വളർച്ച ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമായിരുന്നു അവരുടെ വളർച്ച. പക്ഷെ ഹരി അങ്ങനെയല്ല. ഹരിയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൻ
അരങ്ങുകൾ കീഴടക്കി എപ്പോഴാണ് വളർച്ചയെന്ന് പറയാൻ ഒരു 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 ഘട്ടം നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് താടി വേഷങ്ങളിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 5 വിരല് താടി വേഷക്കാരുടെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5-ൽ താഴെയുള്ള ഒരാളുടെ എണ്ണം ഹരിയാർ നായരുടെ പേരായിരിക്കും. അത് എനിക്ക് മാത്രമല്ല, തെക്കൻ കളരിക്കും ഒക്കെ മൊത്തത്തിൽ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അത് കലാമണ്ഡലത്തിലെ അധ്യാപകൻ എന്ന നിലയ്ക്കും അതൊരു അഭിമാനം തന്നെയാണ്. കലാമണ്ഡലം ട്രൂപ്പിൽ വരുന്ന പല കളികൾക്കും ശ്രീ ഹരിയാർ നായർ ഉണ്ടായിരിക്കണമെന്ന് റിക്വസ്റ്റ് വരുന്നത് പല ലെറ്ററുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആശാൻ ഇത്ര നേരം നമ്മോടൊപ്പം കൂടെ ഇരുന്നതിന് സംസാരിച്ച സന്തോഷം. ഹരിയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ഹരിയുടെ വിയോഗം നമുക്ക് നികത്താവുന്ന നഷ്ടം ആണെന്നിരിക്കെ നിങ്ങളുടെ കളരി വിഭാഗത്തിന് എല്ലാവിധ ആശംസകളും തെക്കൻ കളരിക്കും കലാമണ്ഡലത്തിനും എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നമസ്കാരം. എന്തായാലും ഹരിക്ക് തുല്യം ഹരി തന്നെയാണ്. വേറൊരു കലാകാരൻ ഇനി ആദ്യം ഉണ്ടായി വരണം.